ഇറാൻ യുദ്ധം എങ്ങുമെത്തിയില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അമേരിക്കയുടെ നാവികസേനാ മേധാവി ജോൺ ഫീലൻ രാജിവെച്ചു. അപ്രതീക്ഷിതമായാണ് രാജി. വൈറ്റ് ഹൌസിൽ ട്രംപ് ഭരണകൂടത്തിൽ ഇറാൻ യുദ്ധവുമായി ബന്ധപ്പെട്ട അഭിപ്രായ ഭിന്നത ശക്തമായതാണ് രാജിക്ക് കാരണമെന്നാണ് വിലയിരുത്തൽ. ഇന്നലെയാണ് ജോൺ ഫീലൻ സ്ഥാനമൊഴിയുന്നതായി പെന്റഗൺ പ്രഖ്യാപിച്ചത്. രാജിയുടെ വ്യക്തമായ കാരണങ്ങൾ ഔദ്യോഗികമായി വെളിപ്പെടുത്തിയിട്ടില്ല. ജോൺ ഫീലന് പകരം അണ്ടർ സെക്രട്ടറി ഹങ് കാവോ US നേവിയുടെ ആക്ടിംഗ് നേവി സെക്രട്ടറിയായി ചുമതലയേറ്റു. ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ശക്തമാക്കി മുന്നോട്ടു പോകുന്നതിനിടെയാണ് ഈ മാറ്റം. ഹോർമൂസ് കടലിടുക്കിൽ ഇറാൻ ഉയർത്തുന്ന വെല്ലുവിളി അതിജീവിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് US. ഈ ഘട്ടത്തിൽ ട്രംപ് ഭരണകൂടത്തിന് കീഴിൽ പ്രതിരോധ വകുപ്പിൽ നടന്ന പ്രധാന മാറ്റമാണ് ഈ രാജി പ്രഖ്യാപനം. ആർമി ചീഫ് ഓഫ് സ്റ്റാഫ് ജനറൽ റാൻഡി ജോർജിനെ മാറ്റിയതിനു തൊട്ടു പിന്നാലെയാണ് US നേവി സെക്രട്ടറിയുടെയും പടിയിറക്കം. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം അവസാനിപ്പിക്കാൻ ഏപ്രിൽ 8-ന് വെടിനിർത്തൽ ധാരണ ഉണ്ടായെങ്കിലും ഇറാനെ സാമ്പത്തിക ഉപരോധത്തിലാക്കാൻ അമേരിക്ക നടത്തിയ നീക്കങ്ങളാണ് സ്ഥിതി പിന്നെയും വഷളാക്കിയത്. ഇതേ തുടർന്ന് ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ഇപ്പോൾ കപ്പലുകൾ പിടിച്ചെടുത്താണ് ഈ പോരുമുറുകുന്നത്. ഇതിനിടെയാണ് US നാവികസേനയുടെ തലപ്പത്ത് രാജിയുണ്ടായിരിക്കുന്നത്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സെത്തുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടിയെന്ന് റിപ്പോർട്ടുകളുണ്ട്. സ്ഥാനമൊഴിയുന്നതിന് തൊട്ടു മുൻപത്തെ ദിവസം വരെ വാഷിംഗ്ടണിൽ നടന്ന നാവികസേനയുടെ വാർഷിക സമ്മേളനത്തിലും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. അവിടെ നയപരമായ കാര്യങ്ങൾ വിശദീകരിക്കുകയും മാധ്യമങ്ങളോട് സംസാരിക്കുകയും ചെയ്തതിനു പിന്നാലെയാണ് പെട്ടെന്നുള്ള ഈ പടിയിറക്കം. എന്നാൽ പുറത്താക്കുന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരുന്നുണ്ട്. അതേസമയം പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ പ്രതിരോധ വകുപ്പിൽ നടത്തുവരുന്ന വൻ അഴിച്ചുപണിയുടെ ഭാഗമായാണ് ഈ മാറ്റവും വിലയിരുത്തപ്പെടുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ആർമി ചീഫ് റാൻഡി ജോർജ് ഉൾപ്പെടെയുള്ള പ്രമുഖരെ ഹെക്സത്ത് സ്ഥാനത്തു നിന്നും നീക്കിയിരുന്നു. കപ്പൽ നിർമ്മാണ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുന്നതിൽ ഫീലൻ വരുത്തിയ കാലതാമസമാണ് ട്രംപിനെയും ഹെക്സത്തിനെയും ചൊടിപ്പിച്ചത്. കൂടാതെ പ്രതിരോധ സെക്രട്ടറിയെ മറികടന്ന് ട്രംപുമായി നേരിട്ട് ആശയവിനിമയം നടത്താൻ ഫീലൻ ശ്രമിച്ചിരുന്നതും പെന്റഗണിനെ അതൃപ്തിയുണ്ടാക്കി. ബുധനാഴ്ച വൈറ്റ് ഹൌസിൽ നടന്ന കൂടിക്കാഴ്ചയിൽ ഫീലനെ മാറ്റാനുള്ള നിർദ്ദേശത്തിന് ട്രംപ് പച്ചക്കൊടി കാട്ടുകയായിരുന്നു. ഇറാൻ തുറമുഖങ്ങൾക്ക് മേൽ US നാവികസേന ശക്തമായ ഉപരോധം തുടരുന്നതിനിടെയാണ് ഈ നാടകീയ നീക്കം. ഇതുവരെ 31 കപ്പലുകളെ അമേരിക്കൻ സേന തടയുകയും തിരിച്ചയക്കുകയും ചെയ്തിട്ടുണ്ട്. ഹോർമൂസ് കടലിടുക്കിൽ അതീവ ജാഗ്രത തുടരുന്ന സാഹചര്യത്തിൽ സേനാ തലപ്പത്തെ മാറ്റം ലോകരാജ്യങ്ങൾക്കിടയിൽ ചർച്ചയായിട്ടുണ്ട്. ലൈംഗിക കുറ്റവാളി ജെഫ്രി എപ്സ്റ്റീന്റെ സ്വകാര്യ വിമാനത്തിൽ 2006 ഫീലൻ യാത്ര ചെയ്തതായുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. എന്നാൽ സുഹൃത്തിന്റെ ക്ഷണമനുസരിച്ചാണ് യാത്ര ചെയ്തതെന്നും എപ്സ്റ്റീനുമായി ബന്ധമില്ലെന്നുമായിരുന്നു ഫീലന്റെ വിശദീകരണം. ഏപ്രിൽ 13 മുതൽ ആരംഭിച്ച US-ന്റെ നാവിക ഉപരോധം ഹോർമൂസ് കടലിടുക്കിൽ വലിയ സംഘർഷത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച നിരവധി ഇറാൻ കപ്പലുകളെ US നാവികസേന പിടിച്ചെടുത്തിട്ടുണ്ട്. ഇതിനു മറുപടിയായി ഇറാൻ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾ ലക്ഷ്യം വെക്കുകയും ചെയ്തു. അതേസമയം അമേരിക്കയിൽ ജനിക്കുന്നവർക്ക് തനിയെ പൗരത്വം ലഭിക്കുന്ന രീതി അവസാനിപ്പിക്കണമെന്നത് ട്രംപിന്റെ ദീർഘകാലമായുള്ള ആവശ്യമാണ്. 2025 ജനുവരിയിൽ അധികാരമേറ്റ ശേഷം ഇതിനായി അദ്ദേഹം ഒരു എക്സ്ക്ലൂസീവ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ അമേരിക്കൻ സുപ്രീം കോടതി ഈ വിഷയത്തിൽ വാദം കേൾക്കുകയാണ്. അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം പൗരത്വം ഉറപ്പു നൽകുന്നുണ്ടെന്നതാണ് ഇതിലെ നിയമപരമായ തടസ്സം. കാനഡ, മെക്സിക്കോ തുടങ്ങി ലോകത്തെ 30-ലധികം രാജ്യങ്ങളിൽ നിലവിൽ ജനനാനുസൃത പൗരത്വം നിലവിലുണ്ട്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.